ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഒട്ടും തന്നെ ചിലവില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ നമുക്ക് പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പാണ്. അപ്പം നമ്മുടെ കയ്യിൽ നുറുക്ക് ഗോതമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനത്തോടുള്ള ഗോതമ്പുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മതി കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലിട്ട് ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് എടുക്കുമ്പോൾ ആ ഒരു സെയിം കപ്പിൽ 3 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റിയത്. ഈ ഒരു രീതിയിൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് കട്ട പിടിച്ച രീതിയിലാവും വെള്ളം കുറഞ്ഞ് എന്നാൽ. അപ്പോൾ ഞാനിത് കുതിർത്ത് വെക്കാതാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്കൊരു 4 വിസിലാണ് വേവാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കുക്കറിന് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ വേവ്. പിന്നെ അതുപോലെ തന്നെ അഥവാ ഇത് കട്ട പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഈ കട്ട ഇതുപോലെ കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് ചൂടായതിന് ശേഷം കാഷ്യൂനട്ട് കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കിസ്മിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രം ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ്. ഇനി നമ്മുടെ ഈ സെയിം പാനിലേക്കാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പാനിൽ കുറച്ച് നെയ്യ് വേണം കേട്ടോ. അപ്പോൾ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ട് വേണം ഈ ഒരു ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഈ നെയ്യും ഈ ഗോതമ്പും നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് വേവിക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടായിരുന്നു വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 500 ml ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് തിള വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 2-3 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓഫ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാന് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഇത് നന്നായിട്ട് കാരമലൈസ് ആക്കി എടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇത് ഇളക്കൊന്നും വേണ്ട, ഇത് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറായിട്ട് പോവരുത്. ബ്രൗൺ കളറായ കയ്പ്പ് രസം വരും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മിക്സും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഈ മിക്സൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നേരിയ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒരു മിൽക്ക് മെയ്ഡ് രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഈ മിക്സ് നമുക്ക് നല്ല ചൂടായിട്ടുള്ള പായസത്തിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല പിങ്ക് കളർ ഉണ്ടാകും നമ്മുടെ പായസത്തിനും, നല്ലൊരു ടേസ്റ്റും കൂടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ മിക്സ് നല്ല ചൂടുള്ള പായസത്തിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മിക്സ് തണുത്തതിനെ കൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ പായസമായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ടൊന്നുമില്ല, നല്ല ചൂടുള്ള പായസമല്ലേ, അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ, നല്ല ഈസിയാണ് ഗോതമ്പ് പായസം. ഇത്ര ഈസി ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു പായസത്തിന്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കിസ്മിസ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ഒരു പായസം ചൂടോടെ കുടിക്കാനും അതുപോലെ തണുത്തിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ കാണുന്ന ആ ചെറിയൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗോതമ്പൊക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. പിന്നെ ഒരു പാക്കറ്റ് പാല് മാത്രം വാങ്ങേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.